ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആൻറ്റിയമ്മയും അതുപോലെ മാനസയും കൂടി കൃഷിൻ്റെയും കൺമണിയുടെ കല്യാണം കഴിഞ്ഞ വിവരങ്ങളെല്ലാം ചർച്ച ചെയ്യുകയാണ്. അപ്പോൾ ആൻറ്റിയമ്മയാണെങ്കിലും എങ്ങനെയെങ്കിലും മാനസയെ സമാധാനപ്പെടുത്തി തന്നെ വിടണം, അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങളായി മാറും എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോളെ മാനസേ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. കൃഷിനെ കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയാലോ, അവൻ്റെ സ്വഭാവത്തെക്കുറിച്ചും നീ നല്ല മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് പറഞ്ഞത് നിനക്ക് സഹിക്കാൻ സാധിക്കില്ല എന്നും ആൻറ്റിയമ്മയ്ക്ക് നല്ല അറിയാം. പക്ഷെ അതൊക്കെ വിടടി, അതെന്തെങ്കിലുമൊക്കെ നമുക്ക് ശരിയാക്കാം. ആ താലി നമുക്ക് തന്നെ പൊട്ടിച്ച് വലിച്ചെറിയാനായിട്ട് പറ്റും. മാത്രമല്ല, പിന്നെ ആ റെസിഗ്നേഷൻ ലെറ്ററിൽ ചീന്തി കളഞ്ഞ കാര്യമല്ലേ, അതിനെക്കുറിച്ച് നീ വിഷമിക്കേണ്ട. അതെന്തായാലും അവൻ്റെ ദേഷ്യത്തിന് ചെയ്തതായിരിക്കും, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ആവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷി താലി കെട്ടുവാണെങ്കിലും അവൻ ഭാര്യയാക്കുന്നതാണെങ്കിലും അത് നിന്നെ തന്നെയായിരിക്കും. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വിചാരിച്ച് അവൻ നിൻ്റേതല്ലാതാവില്ല. അതിനുവേണ്ടി നമ്മൾ ഒരുമിച്ച് തന്നെ നിൽക്കണം എന്നൊക്കെ മാനസിയോട് ആൻറ്റിയമ്മ പറയുന്നുണ്ട്. അപ്പോൾ മാനസിക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കൺമണി അമ്പലത്തിൽ പോയതിന് ശേഷം പ്രാർത്ഥിക്കുന്നുണ്ട്, വിഘ്നേശ്വര, ഇനി ഒരു വിഷമം താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല. ഈ താലിമാല കാരണം എനിക്ക് ഒരുപാട് സങ്കടങ്ങൾ വന്നിട്ടേ ഉള്ളൂ. ഇന്ന് ഇവിടെ വെച്ച് ഞാനിത് പൊട്ടിച്ചെറിയാണ്. ഒരു നട്ടലില്ലാത്തവൻ്റെ ഒരു താലിമാല എൻ്റെ കഴുത്തിൽ വേണ്ട. ഉണ്ടെങ്കിൽ ആ ഒരു ശക്തി എന്നെ തടുക്കട്ടെ എന്ന രീതിയിലൊക്കെ പറഞ്ഞ് ആ താലിമാല പൊട്ടിച്ചെറിയാൻ നോക്കുന്ന സമയത്ത് തന്നെ കൃഷ് അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ. അരുത് കൺമണി എന്ന് പറയുന്നു. എന്ത് സർ, എന്നെ തടയണ്ട പ്ലീസ്, ഒന്ന് ഇത് പൊട്ടിക്കേണ്ട കൺമണി എന്ന് പറയുന്നു. അങ്ങനെ ആ താലിമാല പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട്, കൺമണി, ഇത് പൊട്ടിച്ചെറിയാൻ കൺമണിക്കും സാധിക്കില്ല, ഇത് കെട്ടിയ എനിക്കും സാധിക്കില്ല. ഇത് ഭഗവാൻ നമുക്ക് വേണ്ടി വിധിച്ചതാണ്, നമ്മൾ ഒന്നാവേണ്ടവരാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കൺമണി, ഞാൻ അപ്പോൾ നിന്നോട് ചെയ്തത് തെറ്റാണ്, എനിക്കത് മനസ്സിലായി. മാനസയുടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ അപമാനിച്ച രീതിയിലാണ് പറഞ്ഞയച്ചത്. അങ്ങനെ ഞാൻ ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ലായിരുന്നു കൺമണി. അതിന് നിന്നോട് മാപ്പ് അപേക്ഷിക്കുകയാണ് ഞാൻ. ഒരു പെൺകുട്ടിയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു ഓഫീസിലെ വലിയൊരു ജീവനക്കാരൻ ഏറ്റവും താഴ്ന്ന ലെവലിൽ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്ത് കൺമണിക്ക് നല്ല പേരല്ല ഉണ്ടാവുക. കൺമണി വിവാഹം കഴിക്കണമെങ്കിൽ 4 ആൾക്കാരെ മുന്നിൽ വെച്ച് നിന്നെ കൂട്ടിക്കൊണ്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അപ്പം മൗനം പാലിച്ചത്. അല്ലാതെ നിന്നോട് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടൊന്നല്ല കൺമണി. എന്നെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണ്, എനിക്കും നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ കൺമണിയും കൃഷും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല കൺമണി, നീ എന്നോട് ഒന്നും പറയണ്ട, കാരണം ഇനി ഞാൻ എന്തായാലും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് പരസ്യമായി അമ്പലത്തിൽ വെച്ച് തന്നെ കൺമണിയോട് മാപ്പ് അപേക്ഷിക്കുന്നു കേട്ടോ. കൃഷ്, നിന്നോട് മാപ്പ് അപേക്ഷിക്കുകയാണ് ഞാൻ ചെയ്ത തെറ്റിനെന്ന് പറയുന്നു. എന്നോട് നീ ക്ഷമിക്കില്ലേ കൺമണി എന്ന് പറയാം കേട്ടോ. അപ്പോൾ കൺമണിക്ക് ആകെ വിഷമാവുന്നുണ്ട്. അങ്ങനെ കൺമണി കൃഷ്ണനോട് ക്ഷമിക്കുകയും കൺമണി കൃഷ്ണനെ ഒരുപാട് സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഒരിക്കലും ഭഗവാനെ സാക്ഷി നിർത്തി പറയുകയാണ്, നിന്നെ ഒരിക്കലും ഞാൻ ജീവിതത്തിൽ വിട്ടുപിരിയില്ല കൺമണി, മരണം വരെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയും കൃഷും കൂടി നടന്നു പോകേണ്ട വീട്ടിലേക്ക്. ആ സമയത്ത് തന്നെ കൃഷ് പറയുന്നുണ്ട്, കൺമണി നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഇപ്പോൾ തന്നെ പോയിട്ട് എൻ്റെ അച്ഛനോടും അമ്മയോടും നിന്നെ ഞാൻ വിവാഹം കഴിക്കുകയാണെന്നുള്ള രീതിയിൽ സംസാരിക്കും. എത്രയും പെട്ടെന്ന് അവരുടെ സമ്മതം വാങ്ങും. മാത്രമല്ല, മാനസിക എനിക്കിഷ്ടമല്ലെന്നും ഈ ഒരു ബന്ധത്തിൽ നിന്ന് എന്നെ വേർപെടുത്തി തരണമെന്നും അവരോട് പറയും. അവരെൻ്റെ കൂടെ നിൽക്കും, ഞാനത് പറഞ്ഞ് മനസ്സിലാക്കിക്കും കൺമണി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ആൻറ്റിയമ്മ അങ്ങോട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. മോനെ കൃഷി, നീ എവിടെയാണ് ചോദിക്കുന്നു. ഞാൻ ഒരു സ്ഥലം വരെ വന്നിരിക്കുകയാണ് ആൻറ്റിയമ്മേ. എന്താണ് ചോദിക്കുന്നുണ്ട്. നീ എവിടെ പോയി കിടക്കുകയാണ്? അച്ഛനും അമ്മയും കൃപയും കൊണ്ട് ജർമ്മനിയിലേക്ക് പോവല്ലേ, അവർക്ക് പെട്ടിയൊക്കെ പാക്ക് ചെയ്യാനുണ്ട്, നീ ഒന്ന് വേഗം വന്നേ എന്ന് പറയുന്നു. ഇപ്പോൾ വരാം ആൻറ്റിയമ്മ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. ആൻറ്റിയമ്മ മാനസയോട് പറയുന്നുണ്ട്, അവൻ ഇപ്പോൾ വരും കേട്ടോ എന്ന് പറയുന്നു. പിന്നെ കൺമണിയോട് പറയുന്നുണ്ട്, കൺമണി, കൃപയെന്ന് നാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് ജർമ്മനിയിലേക്ക്, അതിന് കുറച്ച് പാക്കിങ് കാര്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആൻറ്റിയമ്മേനെ വിളിച്ചത്. ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് പോട്ടെ, കൺമണി ഒരു കാര്യം ചെയ്യാം, ഞാൻ വീട്ടിലാക്കാം എന്ന് പറയുന്നു. വേണ്ട സർ, ഞാനിവിടെ നടന്നു പോയിക്കൊള്ളാം, അടുത്ത് തന്നെയല്ലേ വീടെന്ന് പറയാട്ടോ ചെയ്തത്. എന്നാൽ ശരി കൺമണി. പിന്നെ കൺമണി അവിടെ നിന്നേ എന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ ആ സിന്ദൂരം ചാർത്തുകയാണ്. കയ്യിലുള്ള പ്രസാദത്തിൽ സിന്ദൂരം ഉണ്ടായിരുന്നു, അത് വെച്ച് കൺമണിയുടെ നെറുകിൽ സിന്ദൂരം അണിയിക്കാട്ടോ കൃഷി ചെയ്യുന്നത്. കൺമണി, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഐ ലവ് യു എന്ന രീതിയിലൊക്കെ പറയുമ്പോഴത്തേനും കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. സർ ഒന്നുകൂടി പറയൂ. അങ്ങനെ പറയുമ്പോൾ എനിക്ക് ആരൊക്കെ ഉള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുന്നു. അങ്ങനെ കൺമണിയെ
നിർത്തിക്കൊണ്ട് തന്നെ പിന്നെയും സ്നേഹത്തോടു കൂടി കൃഷി പറയുന്നുണ്ട്, ഇനി ഒരിക്കലും തന്നെ കൺമണി നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല, എങ്ങോട്ടും പോവില്ല, ആർക്കും നിന്നെ വിട്ടു കൊടുക്കുകയില്ല. ഇതിനെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ പോകുന്നത്. കൺമണി നീ എനിക്കുള്ളത് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൺമണിയെ മാറോട് ചേർത്ത് പിടിക്കാട്ടോ കൃഷി ചെയ്യുന്നത് കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. കൺമണി ഒരിക്കലും കൃഷിനെ ഇനി വിട്ടുപോയില്ല എന്ന് ഉള്ള ഉറപ്പും കൊടുത്തിരിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ജയിലിലാണ്. അങ്ങനെ ബലരാമനെ കാണാൻ വേണ്ടിയിട്ട് ബാലുവും അതുപോലെ തന്നെ സുമിത്രയും കൂടി ജയിലിലേക്ക് വരാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരു കോൺസ്റ്റബിളിനോട് ചോദിക്കുന്നുണ്ട്, ബലരാമൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. സാറ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ വരും എന്ന് പറയുന്നു കേട്ടോ. അവന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ ചെയ്തു കൊടുക്കുന്നില്ലേ എന്ന് പറയുമ്പോഴത്തേനും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. സാറിന് എല്ലാം കൊണ്ടും ഇവിടെ സുഖമാണ്, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ പ്രത്യേകം തന്നെ സാറിനെ ശ്രദ്ധിക്കുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ല. സാറിനെ എന്തായാലും സൂപ്രണ്ട് സാറിനെ ഒന്ന് കണ്ടിട്ട് വേണം പോകാനും കേട്ടോ എന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഒന്ന് കാണണം എന്ന് പറയുന്നു. അതൊക്കെ ഞങ്ങൾ ഏറ്റു. എന്തായാലും രാമന് ഇവിടെ പ്രശ്നമൊന്നും ഇല്ലാണ്ടിരുന്നാലും മതിയെന്ന് പറയുന്നു. അവനോട് എന്തായാലും വരാനായിട്ട് പറയാട്ടോ. അങ്ങനെ സാറിനെ വിളിക്കാനായിട്ട് അവിടുത്തെ ഒരു കോൺസ്റ്റബിൾ പോകുന്നത്, അതായത് ബലരാമനെ വിളിക്കാനായിട്ട് എന്നെ ബലരാമൻ ഓടി വരുന്നു. അമ്മയെ അച്ഛ എന്ന് പറഞ്ഞ് ഓടി വരുന്നു. സുമിത്ര ആണെങ്കിലോ ബലരാമനെ കാണുമ്പോഴത്തേനും അങ്ങോട്ട് ഓടി ചെന്നിട്ട് മോനെ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കെട്ടിപ്പിടിക്കുന്നതും സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഒരു അമ്മയുടെ പൂർണ്ണ സ്നേഹം കൊടുത്ത് തന്നെയാണ് സുമിത്ര അപ്പോൾ ബലരാമനെ ശുശ്രൂഷിക്കുന്നത്. അപ്പോഴത്തേനും ബലരാമന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ബാലു സംസാരിക്കുന്നുണ്ട്. മോനെ നിനക്ക് സുഖമല്ലേ എന്ന് ചോദിക്കുന്നു. അയ്യോ അച്ഛൻ സംസാരിക്കൂ അമ്മേ എന്ന് പറയുന്നുണ്ട്. അച്ഛൻ സംസാരിക്കൽ തുടങ്ങി, നിന്നെ അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ അച്ഛനാകെ വിഷമായി, അച്ഛൻ താനെ സംസാരിക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് മോനെ എന്ന് പറയുന്നു. അങ്ങനെ അച്ഛൻ എന്ന് പറഞ്ഞിട്ട് ബലരാമൻ്റെ അടുത്തേക്ക് പോയിട്ട് കെട്ടിപ്പിടിക്കുന്നൊക്കെ സംസാരിക്കുന്നൊക്കെ ആയിട്ട് അച്ഛന് സുഖമല്ലേ, അച്ഛന് ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചില്ല, അച്ഛൻ്റെ എല്ലാ അസുഖം മാറി എന്ന രീതിയിലേക്ക് ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് ബലരാമൻ അറിയില്ല അവരുടെ മകനാണെന്നുള്ളത് അവന്. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും പൂർണ്ണമായി സ്നേഹിക്കുന്നുണ്ട്. എന്തൊക്കെ ഇവിടെ നടക്കുന്നത് എനിക്കറിയില്ല, എനിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ, ആരൊക്കെ എന്തൊക്കെ ചെയ്തത്, ഒന്നും ഒരു തെറ്റും ചെയ്യാത്ത എനിക്ക് മേലാണ് എല്ലാവരും കുറ്റം ആരോപിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് സുമിത്രയോട് ചോദിക്കുന്നുണ്ട്. മോനൊരു കാര്യം വിഷമിക്കേണ്ട, ഞങ്ങൾ നിൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് സാഗറിൻ്റെ വീട്ടിൽ വരെ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് അമ്മ എന്ന് വിളിക്കുന്ന ആ സുജാതയുടെയും അതുപോലെ അച്ഛ എന്ന് വിളിക്കുന്ന സാഗറിൻ്റെയും കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അഭിപ്രായമല്ല ഒന്ന് കിട്ടിയത്. അവർ ഞങ്ങളെ ഇറക്കി വിടുകയാണ് മോനെ ചെയ്തതെന്ന് പറയുന്നു. എന്താ അമ്മ ഈ പറയുന്നത്? അത് നിനക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. കാരണം ആ സുജാതയെ നീ അമ്മയെ പോലെയല്ലേ കരുതിയിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് അമ്മ ഒരു ഓഡിയോ ക്ലിപ്പ് അവിടുന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എന്താണെന്ന് ചോദിച്ചിട്ട് നീ വാ ഞാൻ കേൾപ്പിച്ച് തരാമെന്ന് പറയുന്നു. അങ്ങനെ ആ ക്ലിപ്പ് ബലരാമൻ്റെ മുന്നിൽ കേൾപ്പിച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ബലരാമനും ആകെ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അപ്പോൾ ബാലു പറയുന്നുണ്ട്, ഞങ്ങൾ അവരുടെ കാല് പിടിക്കാനായിട്ട് പോയത് അമ്മനെ, പക്ഷേ അവരൊരിക്കലും തന്നെ അതിന് സമ്മതിച്ചില്ല, അവരെന്തോ ദേഷ്യപ്പെട്ട രീതിയിലാണ് സംസാരിച്ചതെന്നൊക്കെ പറയുന്നു. അപ്പോഴത്തേനും ബലരാമൻ പറയുന്നുണ്ട്, അവരെന്തോ തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവരിങ്ങനെയൊന്നും സംസാരിക്കില്ല അമ്മ അച്ഛ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നു കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളൊക്കെ കഴിയുന്നത്.